ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ് മീ അനന്തു. മക്കളെ, 2024 ചോദിച്ച റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. 2024 രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനും 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനും. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യാം മക്കളെ. എങ്ങനെയാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസറിലേക്ക് എത്തുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഇസ് ഈക്വൽ ടു സെറ്റ് 1 4, ദെൻ ദി നമ്പർ ഓഫ് സബ്സെറ്റ്സ്. ഓക്കെ മക്കളെ, കൺസെപ്റ്റ് അറിഞ്ഞാണ് നമ്മൾ ഓരോ ക്വസ്റ്റിനും പഠിക്കുന്നത്. സോ നിങ്ങൾ നോട്ട്ബുക്ക് എടുത്ത് നമ്മൾ 2024 PYQ എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് വേണം ഓരോ ക്വസ്റ്റിനും എഴുതി പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ്സ്. ഇപ്പം മക്കളെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സബ്സെറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഓരോ കൺസെപ്റ്റ് ക്വസ്റ്റ്യനിലെ ഓരോ കൺസെപ്റ്റ് ഞാൻ വിശദമായിട്ട് നിങ്ങളെ കീറി മുറിച്ച് കൺസെപ്റ്റ് പറഞ്ഞു തന്നായിരിക്കും പഠിപ്പിക്കുന്നത് കേട്ടോ മക്കളെ. അപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താടാ? പഠിച്ചു വെക്കണം. എല്ലാ കുട്ടികളും പഠിച്ചു വെക്കേണ്ട കാര്യമാണ് നമ്പർ ഓഫ് സബ്സെറ്റ്സ്. സബ്സെറ്റ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2n. മറക്കരുത്, ഇപ്പോഴേ ബോക്സിലിട്ട് വെച്ചോ. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും ഒരു ബോക്സ് വരച്ച് വെച്ച് കഴിഞ്ഞാൽ നോ പ്രോബ്ലം. നമ്പർ ഓഫ് സബ്സെറ്റ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 2n. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താടാ? എക്കകത്ത് 3 എലമെൻറ്റ്സ് ഉണ്ട്, ബിക്കകത്ത് 2 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എ ക്രോസ് ബിക്കകത്ത് എത്ര എലമെൻറ്റ്സ് കാണും? സിമ്പിൾ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എടാ, എക്കകത്തെ എണ്ണം, ഇപ്പോൾ എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എയിലെ എണ്ണം, അതിനെ സൂചിപ്പിക്കുന്നതാണ് എൻ ഓഫ് എ എന്ന് പറയുമ്പോൾ എക്കകത്ത് എത്ര ഉണ്ട്? 3 എണ്ണം. എൻ ഓഫ് എ 3ഉം എൻ ഓഫ് ബിക്കകത്ത് എണ്ണം എത്ര ഉണ്ട്? ബിയിലെ എണ്ണം നമ്പർ ഓഫ് എന്നാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ബിക്കകത്ത് എണ്ണം 2 എണ്ണം. എയിലെ എണ്ണവും ബിയിലെ എണ്ണവും നമുക്കറിയാമെങ്കിൽ എൻ ഓഫ് എ ക്രോസ് ബിയിലെ എണ്ണം എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി നിങ്ങൾക്ക് അറിയാമല്ലേ ക്രോസ് എടുക്കാൻ. എങ്ങനെയാടാ? 1 1 1 4. പെയറായിട്ട് എഴുതില്ലേ? 2 1 2 4. അടുത്ത് 3 1 3 4. അങ്ങനെ എഴുതാനാണ് ക്രോസ്. അപ്പോൾ എക്കകത്ത് എണ്ണവും ബിക്കകത്ത് എണ്ണവും അറിയാമെങ്കിൽ എ ക്രോസ് ബിക്കകത്ത് എത്ര എണ്ണം കാണും? ഇതം ഇൻറ്റു ചെയ്. 3 × 2 6 എണ്ണം കാണും. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. എക്കകത്തും ബിക്കകത്തും എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാമെങ്കിൽ എ ക്രോസ് ബിക്കകത്ത് എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എ ക്രോസ് ബിക്കകത്ത് 6 എണ്ണം ഇല്ലേടാ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇവർ ചോദിച്ചത് എ ക്രോസ് ബിയിൽ എത്ര സബ്സെറ്റ് കാണും? എടാ, ഒരു സെറ്റിനകത്ത് എണ്ണം അറിയാമെങ്കിൽ സബ്സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 2n. ഇപ്പോൾ എയുടെ സബ്സെറ്റിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനാണെങ്കിൽ 2 എത്ര ഉണ്ട്? 3. ബിയിൽ കണ്ടുപിടിക്കണമെങ്കിൽ ബിയുടെ എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ബിക്കകത്ത് എണ്ണം എത്രയാണ്? 2. സോ 2 നമ്മളോട് ചോദിച്ചത് എ ക്രോസ് ബിക്കകത്ത് എത്ര എണ്ണം ഉണ്ടെന്നല്ലേ? എ ക്രോസ് ബിക്കകത്ത് 6 എണ്ണമാണുള്ളത്. സോ സബ്സെറ്റിൻ്റെ എണ്ണം എന്ന് പറയുമ്പോൾ 2 ആണ് നമ്മുടെ ആൻസർ. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ മക്കളെ ഡി വരും. 2 എന്ന് പറയുമ്പോൾ ഡി പാർട്ടാണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? 3 × 2 6. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓർഡേഡ് പെയർ ഈക്വൽ ടു തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എക്സും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ്. സിമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. അപ്പോൾ ഓർഡേഡ് പെയർ ഇങ്ങനെ ഈക്വൽ ടു തരുവാണെങ്കിൽ മക്കളെ, ക്ലാസ് മനസ്സിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള PYQ 2024 ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2023 കൂടെ ഡിസ്കസ് ചെയ്യും. അങ്ങനെ എത്ര വർഷത്തെ വേണം ഡിസ്കസ് ചെയ്യാനും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുക. എക്സാം നമുക്ക് തകർക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതങ്ങ് എടുത്തെഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആദ്യം എടുത്തെഴുതുക. ബ്രാക്കറ്റിനകത്ത് x/3 + 1. സോ ഇത് x/3 + 1, y - 2/3 ഈക്വൽ ടു -2/3, 2/3. ഓക്കെ, -2/3, 2/3 ഇങ്ങനെ എടുത്തെഴുതി. മക്കൾ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ എക്സ് ആദ്യത്തെ നമ്പർ ഈക്വൽ ടു ഇവിടുത്തെ ആദ്യത്തെ നമ്പർ എന്നെഴുതാം. അതാണ് ഓർഡേഡ് പെയറിൻ്റെ ആ ഒരു റൂള്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ ആദ്യത്തെ നമ്പർ എക്സ് അല്ലേ, x/3 + 1 ആണ് ഫസ്റ്റത്തെ നമ്പർ, ഈക്വൽ ടു അവിടുത്തെ ആദ്യത്തെ നമ്പർ -2/3 അല്ലേടാ മക്കളെ? അല്ലേ? അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ LCM ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എല്ലാ കുട്ടികൾക്കും മനസ്സിലാൻ വേണ്ടി ഞാൻ കാര്യം പറയുകയാണ്. ഈക്വൽ ടു ഇട്ട് 2 ഫ്രാക്ഷൻസ് തരുവാണെങ്കിൽ ഫ്രാക്ഷൻസിൻ്റെ ഡിനോമിനേറ്റർ കിടക്കുന്ന നമ്പർ കൊണ്ട് എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്യുക. സിമ്പിൾ സ്റ്റെപ്പാണ്. LCM എടുക്കുന്നതിന് പകരം LCM എടുക്കുക എന്ന സംഭവം തന്നെയാണ് ഇവിടെ. പക്ഷേ എല്ലാ കുട്ടികൾക്കും മനസ്സിലാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഡിനോമിനേറ്റർ 3 അല്ലേടാ മക്കളെ? സോ 3 കൊണ്ട് എല്ലായിടത്തും ഇൻറ്റു ചെയ്യും. ഇവിടെ ഇൻറ്റു ചെയ്തു, ഇവിടെ ഇൻറ്റു ചെയ്തു, ഇവിടെ ഇൻറ്റു ചെയ്തു. അപ്പോൾ ഇവിടുത്തെ 3 പോയി, ഇവിടുത്തെ 3 പോയി. ബാക്കിയുള്ള എടുത്ത് എഴുതിക്കേ. ഇവിടെ മിച്ചം എക്സ് ഉണ്ട് അല്ലേ? ഇവിടെ മിച്ചം എക്സ് ഉണ്ട്.
ഇവിടെ എന്തുണ്ട് 1 × 3 3. ഏത് ഫ്രാക്ഷൻ വന്നാലും നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആൻസർ കിട്ടും കേട്ടോ. ഇവിടെ -2 മാത്രം അല്ലേ, -2. അപ്പോൾ എന്ത് വരും, ഈ +3 അപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ x = -2, ഈ +3 അപ്പുറത്ത് പോകുമ്പോൾ -3. അപ്പോൾ x എന്ന് പറയുന്നത് -5 കിട്ടും. ഓക്കെ അല്ലേ, x -5. ഓക്കെ, അത് സെറ്റായി. നെക്സ്റ്റ് നമുക്ക് y കണ്ടുപിടിക്കണം. y കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ സെക്കൻഡ് ടേം = ഇവിടുത്തെ സെക്കൻഡ് ടേം = ഇവിടുത്തെ സെക്കൻഡ് ടേം എന്ന് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ആ y കിട്ടും. എന്ത് വരും ഇവിടെ, y - 2/3 = 2/3. എല്ലായിടത്തും വേണമെങ്കിൽ 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം, അല്ലെങ്കിൽ -2/3 അപ്പുറത്തേക്ക് എടുക്കാം. ഞാനിപ്പോൾ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കാര്യം ചെയ്യാം, ഈ -2/3 അപ്പുറത്തേക്ക് എടുത്താൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് കിട്ടും. ഇവിടെ y = അവിടെ 2/3 ഉണ്ട്, ഈ -2/3 അപ്പുറത്ത് പോകുമ്പോൾ +2/3. കുറച്ചൊരു എളുപ്പമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, കട്ട് ചെയ്ത് കളയാം, സിമ്പിളായിട്ട് കിട്ടും. ഇത് -2/3 അപ്പുറത്തേക്ക് പോകുമ്പോൾ +2/3. ഇവിടുത്തെ ഡിനോമിനേറ്റർ രണ്ടും സെയിം അല്ലേടാ മക്കളെ? യെസ്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം, /3 എന്ന് എഴുതാം. ഇവിടുത്തെ 2 × 2 കൂടെ ആഡ് ചെയ്യാം, എത്ര വരും, 2 + 2 4. ആൻസർ 4/3 എന്ന് കിട്ടും. എക്സും വൈയും സിമ്പിളായിട്ട് നമുക്ക് കിട്ടി. കണ്ടല്ലോടാ, ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എത്ര എളുപ്പം ചെയ്തെന്ന് മനസ്സിലാക്കിയേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഗ്രാഫ് വരയ്ക്കാനാണ്. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ f ഫ്രം r - set 0 to r ഡിഫൈൻഡ് ബൈ f of x = 1/x. 1/xന്റെ ഗ്രാഫ് വരയ്ക്കാനാണ്. 1/xന്റെ ഗ്രാഫ് വരയ്ക്കാൻ ഏതൊരു കുട്ടികളും പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. 1/xന്റെ ഗ്രാഫ് നിങ്ങൾക്ക് റഫായിട്ട് വരയ്ക്കാം, ഇല്ലെങ്കിൽ നല്ല റഫായിട്ടെന്ന് പറഞ്ഞാൽ ചുമ്മാ കുത്തി വരയ്ക്കുക എന്നല്ല, കറക്റ്റ് അളവ് വേണമെന്നില്ല. റഫായിട്ട് ഇഷ്ടമുള്ള പോലെ സ്കെയിലൊക്കെ വെച്ച് നമുക്ക് വൃത്തിക്ക് വരയ്ക്കണം. എന്നിട്ട് നമ്മൾ 1/xന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിൽ 0 ഇട്ട് കൊടുക്കുമ്പോൾ മാത്രം നമുക്ക് ഡിഫൈൻഡ് ആകത്തില്ല. അപ്പോൾ നമ്മുടെ 1/xന്റെ ഗ്രാഫ് ഇങ്ങനെ വന്ന് 0യുടെ അടുത്തെത്തുമ്പോൾ ഇങ്ങനെ അങ്ങ് പോകും. ഇവിടുന്ന് ഇങ്ങനെ വന്ന് 0യുടെ അടുത്തെത്തുമ്പോൾ ഇങ്ങനെ അങ്ങ് പോകും. ഓക്കെ, ദിസ് ഈസ് 1/xന്റെ ഗ്രാഫ്. ഇതിവിടെ 1, ഇവിടെ 2, ഇവിടെ -1, ഇവിടെ -2, ഇവിടെ 1, ഇവിടെ 2. കുറച്ച് നമ്പേഴ്സൊക്കെ അടയാളപ്പെടുത്താം, -1, -2. ഇത്രയും വരച്ച് കഴിഞ്ഞാൽ ഗ്രാഫ് കഴിഞ്ഞു. മക്കളെ 1/xന്റെ ഡൊമൈൻ റേഞ്ചും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഡൊമൈൻ 1/xന്റെ ഡൊമൈൻ 1/xന്റെ റേഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ എഴുതേണ്ട ഇത്രയേ ഉള്ളൂ, r - set 0. r - set 0. റിയൽ നമ്പറിൽ നിന്ന് 0 ഒഴിവാക്കി, 0യിൽ മാത്രമാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആകാത്തത്. സോ 0 ഒഴിച്ചുള്ള എല്ലാ റിയൽ നമ്പേഴ്സും. അപ്പോൾ ഡൊമൈൻ റേഞ്ച് ഇവിടെ ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, കൺസെപ്റ്റ് ഞാൻ പറഞ്ഞായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്. സോ ഡൊമൈൻ റേഞ്ച് ചോദിച്ചിട്ടില്ല, പക്ഷേ 1/xന്റെ ഡൊമൈൻ റേഞ്ച് ഓർത്തോ, 0 ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള റിയൽ നമ്പേഴ്സ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദി ഫംഗ്ഷൻ f of x = ഇത്. നമുക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, f of x = √9 - x². മക്കൾ ഇങ്ങനെ ഒരു സംഭവം വരുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ എക്സിന് എനിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ്, എക്സ് വാല്യൂസ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എക്സിന് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ് ഡൊമൈൻ, കിട്ടുന്ന വാല്യൂസ് ആണ് റേഞ്ച്. മനസ്സിലാക്കാൻ വേണ്ടിയാണേ, ഇട്ട് കൊടുക്കുന്ന വാല്യൂസ് ആണ് നമ്മുടെ ഡൊമൈൻ. കിട്ടുന്ന വാല്യൂ, ഇട്ട് കൊടുത്താൽ കിട്ടുന്ന വാല്യൂസ് ആണ് റേഞ്ച്. മലയാളം മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. പുട്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ആണ് ഡൊമൈൻ, നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ് റേഞ്ച്. നമുക്കിവിടെ നോക്കാം എന്തൊക്കെ ഇവിടെ ഇട്ട് കൊടുക്കാൻ പറ്റും. റൂട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മക്കളെ, റൂട്ടിനകത്ത് ഒരിക്കലും നെഗറ്റീവ് നമ്പേഴ്സ് വരാൻ പാടില്ല. കാരണം റിയൽ നമ്പേഴ്സ് ആണ് റൂട്ടിനകത്ത് വരുന്നത്. അപ്പോൾ റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് ഇമാജിനറി നമ്പർ ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഏതൊക്കെ വാല്യൂവിനേക്ക് ഇട്ട് കൊടുക്കാം? നമ്മൾ ഇഷ്ടം പോലെ നമ്പേഴ്സ് എടുക്കുവാണെങ്കിൽ 0 ഇട്ട് കൊടുക്കുക അല്ലേ, കുഴപ്പമില്ല. 1 ഇട്ട് കൊടുക്കുക അല്ലേ, കാരണം 0 ഇട്ട് കൊടുത്താൽ 0². 1 ഇട്ട് കൊടുത്താൽ 1². 9 - 1 എന്ന് വരും 8, കുഴപ്പമില്ല, ഇട്ട് കൊടുക്കാൻ കുഴപ്പമില്ല. നെഗറ്റീവ് വരുന്ന ആ ഭാഗത്തിന് മുമ്പ് വരെ ഇട്ട് കൊടുക്കാവുള്ളൂ, നെഗറ്റീവ് വരാൻ പാടില്ല. 2 ഇട്ട് കൊടുത്താൽ എന്ത് വരും, 9 - 2² 4, 5 വരും, √5, കുഴപ്പമില്ല. 3 ഇട്ട് കൊടുത്താൽ എന്ത് വരും, 9 - 3² എന്ന് പറഞ്ഞാൽ 9 - 9, √0, കുഴപ്പമില്ല. അപ്പോൾ 3 വരെ എനിക്ക് ഇട്ട് കൊടുക്കാം. ഇനി നെഗറ്റീവ് നമ്പേഴ്സോ, -1 ഇട്ട് കൊടുത്താൽ -1² 1 ആണ്, സോ കുഴപ്പമില്ല. -2, -3 മക്കളെ, -3 വരെ ഇട്ട് കൊടുക്കാം. -3 തൊട്ട് 3 വരെ ഇട്ട് കൊടുക്കാം.
പക്ഷേ തൊട്ടപ്പുറത്തെ നമ്പേഴ്സ് 2 ഇട്ട് കൊടുത്താലും റൂട്ടിനകത്ത് നെഗറ്റീവ് വരും. 4 ഇട്ട് കൊടുത്താൽ എത്രയാവൂടാ? 9 മൈനസ് 16 എന്ന് പറയുമ്പോൾ -7 വരും. റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി -3 തൊട്ട് 3 വരെ എനിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എഴുതേണ്ട ഇത്രയേ ഉള്ളൂ, -3,3 ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ. ഇനി റേഞ്ച് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന വാല്യൂ, ഇട്ട് കൊടുത്താൽ കിട്ടുന്നത് -3യും 3യും ഒക്കെ ഇട്ട് കൊടുത്താൽ കിട്ടുന്ന ഏറ്റവും ചെറിയ വാല്യൂ ഏതാടാ? ഈ ഡൊമൈൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്താൽ കിട്ടുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ 3 ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ അല്ലേ? എത്രയാണ്? 0. 0യേക്കാൾ ചെറിയ നമ്പർ എപ്പോഴെങ്കിലും കിട്ടുമോ? ഇല്ല. അപ്പോൾ ഏറ്റവും ചെറിയ വാല്യൂ 0. കിട്ടുന്ന ഏറ്റവും വലിയ വാല്യൂ എത്രയാടാ? -1 -2 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം. അങ്ങനെ ഇട്ട് കൊടുത്ത് വരുമ്പോൾ നമുക്ക് 0 ഇട്ട് കൊടുക്കുമ്പോഴാണ് ഏറ്റവും വലിയ വാല്യൂ കിട്ടുന്നത് 9. √9 കിട്ടും. √9 എത്രയാടാ? √9 3. അപ്പോൾ ഏറ്റവും വലിയ വാല്യൂ 3. 3യേക്കാൾ വലിയ വാല്യൂ ഒരിക്കലും കിട്ടാൻ പോണില്ല. ഇതിൻ്റെ അകത്ത് ഈ -3യും 3യിലും 3യുടെ ഇടയ്ക്കുള്ള വാല്യൂസ് ഇട്ട് കൊടുത്താൽ ഒരിക്കലും 3നേക്കാൾ വലിയ നമ്പർ കിട്ടത്തില്ല. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മക്കളെ, ഇത് ഒറിജിനൽ കൺസെപ്റ്റ് ഓറിയൻ്റ് ആയിട്ട് കാര്യം പറഞ്ഞതാണ്. ഇനി ഇത് എഴുതാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. എടാ 9 - x² എന്ന് വരുവാണെങ്കിൽ 9ൻ്റെ റൂട്ട് എടുക്കുക. √9 എത്രയാണ്? +or-3. അപ്പോൾ -3 തൊട്ട് +3 വരെ സിമ്പിൾ പരിപാടി. ഡൊമൈൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ -3 മാറ്റി 0 ഇട്ട് കൊടുക്കുക. 0 to 3. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ചുമ്മാ പറഞ്ഞത് നിങ്ങൾ. ഇത് നോക്കിക്കോ. അടുത്തത് f(x). ഒരിക്കലും ഒരു കുട്ടിക്ക് പോലും മാർക്ക് പോലെ ഇത് വന്നു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ട്രിക്കും കൂടെ, ഒരു ചെറിയൊരു തന്ത്രം കൂടെ പറഞ്ഞു തന്നെ കേട്ടോ. √9 അല്ലേ ഇപ്പോൾ എഴുതിയത്? 16 - x² വരുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക. √16 എത്രയാണെന്ന് ഓർക്കുക. എത്രയാടാ? +or-4 അല്ലേ? അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം ഡൊമൈൻ എന്ന് പറയുമ്പോൾ +or-4 -4 തൊട്ട് 4 വരെ. ഇനി റേഞ്ച് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് എഴുതാം. ഈ -4 മാറ്റുക, 0 ആക്കുക. മറ്റേത് പഴയ പോലെ തന്നെ. ഇതാണ് ഡൊമൈൻ റേഞ്ചും. ഇനിയിപ്പോൾ 25 വന്നാലോ? +or-5 എന്ന് പറയാം. -5 തൊട്ട് +5 വരെ. റേഞ്ച് എന്ന് പറയുമ്പോൾ 0 തൊട്ട് 5 വരെ. ഇത്രയുള്ള കാര്യം. അപ്പോൾ ജസ്റ്റ് ഞാൻ സിമ്പിളായിട്ടുള്ള കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാം മക്കളെ. സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 2024 ചോദിച്ച റിലേഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ ക്വസ്റ്റ്യൻസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നല്ലേ? സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് 3rd ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം മക്കളെ. സോ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.